വിഴിഞ്ഞത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചവര് പലരും അപകടത്തിൽപ്പെട്ടു. 2 പേർ മരണപ്പെട്ടു. 9 പേര് ചികിത്സയിലാണ്. ആ ചികിത്സയിലുള്ളത് തൃക്കാക്കര ജയിലിലെ വീവിംഗ് ഇൻസ്പെക്ടറായ അരുൺ രാജന്റെ അവസ്ഥ ഗുരുതരമാണ്. റിട്ടയർഡ് SIയുടെ കുറച്ച് ഗുരുതരമായ അവസ്ഥ കുറച്ച് നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ സീ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വന്നവർ തിങ്കളാഴ്ച വൈകിട്ട് അതുപോലെ ചൊവ്വാഴ്ച വെളുപ്പിനെ വരെ ഏകദേശം 400ഓളം പേരുകൾ സീ ഫുഡ് കഴിച്ചെന്നാണ് വാർത്തകൾ വരുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരെല്ലാം കൊതിയോടെ അവിടെ കയറി സീ ഫുഡ് കഴിക്കുകയാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സീ ഫുഡുകൾ ലഭ്യമാണ്. പക്ഷെ ഇവിടെ കഴിച്ചവരിൽ പലരും രക്ഷപ്പെട്ടെങ്കിലും അതിനകത്ത് വരുന്ന വാർത്തകൾ മീൻ മുട്ട, സീ ഫുഡിനകത്ത് മീൻ മുട്ട കഴിച്ചവരിലാണ് അപകടം ഉണ്ടായെന്നാണ് പറയുന്നത്. കൊഞ്ചും സീ മുട്ടയും കഴിച്ചവരാണ് മരണപ്പെട്ടതെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പം കേരളത്തിലെ മലയാളികൾ പൊതുവെ ഭക്ഷണപ്രിയരാണ്. തീറ്റിപ്പണ്ടാരങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. മലയാളികളുടെ ഭക്ഷണ രീതികൾ വളരെ വ്യത്യസ്തമാണ്. അത് വയറ് നിറയുന്നിടം വരെ ഇരുന്ന് തിന്നും, പിന്നെ അല്പം ഓക്കാനം വന്നാലും വേണ്ടില്ല കുറച്ചുകൂടെ തിന്നും. ഇതൊക്കെ മലയാളിയുടെ സ്വഭാവമാണ്. ലോകത്ത് ഒരേ സ്ഥലത്തും നമ്മൾ ഈ സദ്യ കണ്ടിട്ടില്ല. അത് കേരളത്തിൽ മാത്രമാണ്, മലയാളിയുടെ കണ്ടുപിടുത്തമാണ്. അത് വെജിറ്റേറിയൻ ആണെങ്കിലും സദ്യ അതിൻ്റെ അതിൻ്റെ കൂട്ടുകൾ, അതിൻ്റെ കറികൾ, അതൊക്കെ എന്തൊക്കെ കാണുമ്പം നമ്മൾ അന്തം വിട്ടു. ലോകത്ത് ഒരിടത്തും ഇല്ലയെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവരുടെ സാമ്പത്തികത അനുസരിച്ച് സദ്യകളിലെ കറികളും വളരെയധികം വിഭവങ്ങൾ ആയിട്ട് കൂടും. സാധാരണഗതിയിൽ നമുക്കറിയാം സദ്യ എങ്ങനെയാണ് ഒരുക്കുന്നതെന്നൊക്കെ. നമ്മളെല്ലാവരും സദ്യ കഴിക്കും, എല്ലാവർക്കും സദ്യ കഴിക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ കഴിക്കണമെന്നാണ് സദ്യയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. കാരണം സദ്യ കേരളത്തിലെ പ്രാചീന കാലം മുതൽ സദ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കണ്ടുപിടുത്തം ഇന്ത്യയിലെ മലയാളികൾ മാത്രമാണ്. അതിൻ്റെ കണ്ടുപിടുത്തം ലോകത്ത് ഒരു സ്ഥലത്ത് ഇതുപോലെ ആരും സദ്യ കഴിക്കുന്നത്, ഇത്രയും വിഭവങ്ങൾ ഒന്നിച്ച് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. 1, 2, 3 ഐറ്റങ്ങളൊക്കെ വിഭവത്തെ കഴിക്കുമെങ്കിലും ചില സദ്യകൾ നമുക്കറിയാം 14 കൂട്ടം കറികൾ, ചിലത് 21 കൂട്ടം കറികൾ, പിന്നെ 51 കൂട്ടം കറികളും ഉള്ളവർ, സാമ്പത്തിക ശക്തി ഉള്ളവർ അതുവരെയുണ്ട്. അപ്പോൾ അത് മലയാളിയുടെ ഞാൻ പറയുന്ന തീറ്റിപ്പണ്ടാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. പക്ഷേ അത്രയും കഴിച്ചാലും ഒന്നും പറ്റില്ല, കുംഭകൾ ഇങ്ങനെ കൂടുമെന്നല്ലാതെ അവർക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകുന്നതായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. സദ്യ നമുക്കറിയാം, രാജാവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ പല സ്ഥലത്തും നമ്പൂതിരിമാർ സാമ്പത്തികമായി ക്ഷയിച്ചപ്പം അവർക്ക് സദ്യ കൊടുക്കുന്ന ഉച്ചയ്ക്ക് മൃഷ്ടാന്ന ഭക്ഷണം അവർ കഴിക്കും. തിരുവനന്തപുരത്ത് സദ്യ ഉണ്ണുന്ന പ്രത്യേക ശാലകൾ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ ഇപ്പം കല്യാണ മണ്ഡപമായിട്ട് മാറിക്കഴിഞ്ഞു. സദ്യയിൽ നമുക്കറിയാം ആദ്യം അവർ ഇലയിലാണ് സദ്യ തരുന്നത്. അവിടെ ആദ്യം നമ്മൾ സദ്യയിലെ ഇഞ്ചിക്കറി, അച്ചാറ്, നാരങ്ങ അതൊക്കെ അവിടെ വിളമ്പി പപ്പടവും വെച്ച ശേഷം അങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ ചോറ് ഇടുക, അതിൻ്റെ കൂടെ പരിപ്പ്, പപ്പടം, പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനം ഇടും, അത് നെയ്യ്. അതെന്താണ് നെയ്യ് കഴിക്കും? അത് ശരീരത്തിൽ ആമാശയത്തിലേക്ക് ചെറുകുടലും മൺകുടലിലേക്ക് ഇവൻ ചെന്ന് പോകുമ്പം സ്മൂത്തായിട്ട് അതിന് ഭക്ഷണം പോകണം. അതിനാണ് നെയ്യ് ചേർക്കുന്നത്. അതുപോലെ പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ ചോറും പിന്നെ സാമ്പാറും ചേർത്ത് 14 കൂട്ടം കറികളും 31 കൂട്ടം കറികളും ഒക്കെ ചേർത്ത് അങ്ങോട്ട് തട്ടും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആണ് പായസത്തിൻ്റെ വരവ്. പായസം, അടപ്പായസമുണ്ട്, കടലപ്പായസമുണ്ട്, ബോളിയും പാലും ചേർത്ത സാധനമുണ്ട്. അങ്ങനെ പായസം 3, 4, 5 കൂട്ടങ്ങൾ പായസം ഉണ്ടാവും. ഇതെല്ലാം മുഷ്ടാനം നമ്മൾ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കോഴ്സ് തുടങ്ങുകയാണ്. വീണ്ടും അല്പം ചോറ്, പുളിശ്ശേരി, രസം, മോര്, ഇതൊക്കെയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം അത് ആൽക്കലിയാണ്. നമ്മുടെ ശരീരത്തിൽ ഇതുവരെ കഴിച്ച ഹെവി ഭക്ഷണം കഴിച്ചു കഴിയുമ്പം ഈ സാധനം ചെന്നാൽ ദഹിക്കാനായിട്ടുള്ള സാധ്യത കൂടും. ഭക്ഷണം കഴിക്കുന്നത് വൊമിറ്റ് ചെയ്യത്തില്ല, കാരണം ആൽക്കലി അങ്ങ് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും അല്പം ചോറും അവിടെ സ്വല്പം പുളിശ്ശേരി, പിന്നെ സ്വല്പം രസം, അത് കഴിഞ്ഞാൽ ചില കാച്ചിയ മോര്,
ഇതാണ് അതിൻ്റെ കോഴ്സ്. ഇത് ലോകത്തൊരിടത്തും നമുക്ക് കാണാനൊക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടെ പറയുന്നത്, നമ്മൾ മലയാളികൾ തീറ്റിപ്പണ്ടാരങ്ങളാണോ? ആഹാര കാര്യത്തിൽ മലയാളിയുടെ അത്രം പോലും ആ മലയാളികൾ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം ലോകത്തൊരിടത്തും കഴിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എവിടെ എന്നെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടെന്ന് അറിഞ്ഞാൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും എത്ര കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തും പോയി ആഹാരം കഴിക്കും മലയാളി. അതുകൊണ്ട് ഈ വിഴിഞ്ഞത്ത് ഉള്ള ഈ ഭക്ഷണശാലയെപ്പറ്റി എനിക്കറിവില്ലായിരുന്നു. ഞാൻ ഈ മരണം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് തന്നെ. അവിടെ പല സ്ഥലത്തുനിന്നും പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ സീ ഫുഡ് കഴിക്കാനായിട്ട്. അത് വ്യത്യസ്തമായ രീതിയിൽ എല്ലാത്തരം സീ ഫുഡുകളും അവിടെ കിട്ടും എന്നുള്ളതാണ്. അത് നമുക്കറിവില്ല എങ്കിലും അത് കഴിച്ചതിൽ വിരുദ്ധാഹാരം കഴിച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവിടുത്തെ എഗ്ഗ്, ഫിഷിൻ്റെ എഗ്ഗ് അല്ലെങ്കിൽ ഫിഷിൻ്റെ മുട്ട, അത് മുഷ്ടാന്നം ഭക്ഷിച്ചവർക്കാണ്. അതോടൊപ്പം കൊഞ്ചൂടെ ചെന്നിട്ടുണ്ടാവും. അത് ചെയ്തവരാണ് മരണപ്പെട്ടത്. ഒരേ വീട്ടിലെ ആൾക്കാർ മരണപ്പെട്ടെങ്കിലും ബാക്കി ആഹാരങ്ങൾ അത് ഒഴിച്ച് കഴിച്ചവർക്കൊക്കെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വിഴിഞ്ഞത്തുള്ള ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ ധാരാളം ഉണ്ട് നമുക്കറിയാം. പക്ഷേ ചില ഹോട്ടലിൽ മാത്രമാണ് ആൾക്കൂട്ടം കണ്ടത്. വിഴിഞ്ഞത്തെ കോവളം ഭാഗത്തു നിന്നൊക്കെ ഇപ്പം ധാരാളം ടൂറിസ്റ്റുകൾ അവിടുന്ന് വർക്കലേക്ക് മാറി എന്നാണ് പറയുന്നത്. കാരണം വിഴിഞ്ഞത്ത് കപ്പലുകൾ അടുക്കും തോറും 40 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ ഈ കപ്പലിൽ നിന്ന് വിസർജിച്ച് കളയുന്ന എല്ലാ സാധനങ്ങളും ആ കടലിൽ വീണ് അവിടെ 40 കിലോമീറ്റർ ചുറ്റളവിൽ മലിനമായി പോയി. ആ മലിനമായ സാധനങ്ങൾ കഴിക്കുന്ന മീനുകൾ അത് നമ്മൾ കഴിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സമുദ്രം നല്ല നീല കളറിലും വലിയ പൊല്യൂഷൻ ഇല്ലാത്ത വർക്കല ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ മാറി തുടങ്ങി. വർക്കലയിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഏതായാലും ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മലയാളി കുറച്ചുകൂടെ മാറണം. അടുത്ത കാലത്ത് ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ, സാർ ഇതൊന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നത് ബീഫ് കാളയിറച്ചിയും അതിൻ്റെ കൂടെ തന്നത് ഏത്തയ്ക്ക ബോളിയും. പല കോമ്പിനേഷനാണ്. ഞാനൊന്ന് രുചിച്ച് നോക്കി, നല്ല രുചിയാണ്. പക്ഷേ അത് നമുക്ക് ദൂഷ്യം ചെയ്യും. അത് പിന്നീട് ഞാൻ അത് കഴിച്ചിട്ടില്ല. കാരണം ബീഫിൻ്റെ കൂടെ ഏത്തയ്ക്ക ബോളി, ഇങ്ങനെ രുചി അന്വേഷിച്ചു പോകുന്ന മലയാളികളുടെ ഒരു കൂട്ടം തന്നെയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കോളൂ. ഓരോരുത്തർ വന്ന് വലിയ രീതിയിലുള്ള ഹോട്ടലുകൾ വഴി സൈഡിൽ തുടങ്ങും. അതൊരു 3 മാസം 6 മാസം കഴിഞ്ഞ് പൊട്ടി അതങ്ങ് പോകും. ആ പണം മുഴുവൻ നഷ്ടം. കാരണം വിഭവസമൃദ്ധമായ കാര്യങ്ങൾ കൊടുക്കാമെന്നാണ് കരുതുന്നത്. അതേസമയത്ത് കേരളത്തിലെ പ്രാചീനകാലം മുതൽ അല്ലെങ്കിൽ പണ്ട് മുതലേ ഉള്ള ചില ഹോട്ടലുകൾ, അമ്മച്ചിമാരുടെ ഹോട്ടലുകളൊക്കെ നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, മീൻകറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വഴിസ്ഥലങ്ങളിലെല്ലാം പുതിയ ചെറിയ ഹോട്ടലുകളുണ്ട്. അത് ശരീരം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വിരുദ്ധാഹാരങ്ങൾ വരെ അവിടെ കൊടുക്കും. അതേപ്പറ്റിയൊന്നും അവർ ബോധവാന്മാരല്ല. രുചി തോന്നുന്നത് മാത്രം കഴിക്കുക എന്ന മലയാളികൾ. അതുകൊണ്ട് മലയാളികളുടെ ശീലം മാറേണ്ടിയിരിക്കുന്നു. മലയാളികളെ പഴയ കാലം മുതലുള്ള ആ ഭക്ഷണക്രമത്തിലേക്ക് മലയാളികൾ സഞ്ചരിക്കണം. ഈ രീതിയിലുള്ള ഭക്ഷണം ആർത്തിയോടെ കഴിച്ചാൽ നമ്മൾ തന്നെ അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.